തൊടിയിലൊക്കെ കണ്ടിട്ട് ഇന്ന് സമയം അയക്കണല്ലോ. എബിയ എവിടെയായിരുന്നു? ഞാൻ 2 ദിവസമായിട്ട് പുറത്തു പോയിരുന്നു. എബിയ തൊടി കാണാതെ കറങ്ങ്. എവിടെ കറങ്ങി? ഞാന് ടൂറ് പോയതായിരുന്നു. ടൂറോ? അതെന്താ? അതൊന്നും അമ്പൂരിക്കാരില്ലേ? കാണട്ടെ എബിയ. എന്താ നമുക്കിതൊന്നും അത്ര വശമില്ല. കൊള്ളാം. എന്താ ഈ കാണണേ? പുതിയ തലമുറയുടെ ഒരു കാട്ടിക്കൂട്ടലേ. രാമ, വാസുദേവ, ഇവിടെ ഒന്ന് വന്നേ. എന്താ ഈ കൈബ്യം കാണിച്ചു നോക്കിയേ? കൊള്ളാലോ, നമുക്കും പോണം. ഈ തൊടിയിൽ കിടന്ന് ജീവിതം മടുത്തു. നമ്മളും ഒന്ന് കറങ്ങി വരാം. ആയുസ് തീരുമ്പോത്തിന് ഇതെല്ലാം കാണാലോ. പോണം അല്ലേ അച്യുത? என்ன காயமான போதும் என் மேனி தாங்கிக் கொள்ளும் உந்தன் மேனி தாங்காது செந்தேனே எந்தன் காதல் കുട്ടൻ വന്നു. എന്തൊരു കുട്ടം വന്നു. പോവാം. ഈ കോലത്തിലാണോ? മാറ്റിയല്ലോ. പുറത്തൊക്കെ പോകുമ്പോ ഈ കോലൊക്കെ ഇടുന്നേ. അതൊക്കെ അവിടെ വണ്ടിയിൽ കയറ്റി അവിടുന്ന് മാറ്റാം. പണ്ടൊക്കെ സുഖമൊന്നും ഉണ്ടാവില്ല. പേര് അപ്പുറത്തിരിക്കണോ? വണ്ടി നിക്കോടിക്കണ്ടേ? പേര് പോവാം. വിയർപ്പ് തുന്നിയിട്ട കുപ്പായം, അതിൽ നിറങ്ങൾ മങ്ങുകില്ല കട്ടായം. കിനാവ് കൊണ്ട് കെട്ടും കൊട്ടാരം, അതിൽ മന്ത്രി നമ്മൾ തന്നെ രാജാവും. ചെറിയ ഭൂമിയല്ല വിധിച്ചത് നമുക്ക്, ഉച്ചിക്കിറുക്കിൽ നീ ഉയരത്തിൽ പറക്ക്. ചെറി പൂത്താലും താമര കണക്ക്, ചോറ് പോരെ മണ്ണിൽ ജീവിക്കാൻ നമുക്ക്. കഥയൊന്നും അറിയാത്ത ഈ കുട്ടൻ നമ്മളെ കൊണ്ട് എന്ത് വേഷാണ് ഈ കെട്ടിച്ചിരിക്കണത്? അവരും ആ വേഷത്തിൽ തന്നെയാണല്ലോ കാണുന്നത്. അതിന് കുട്ടൻ എന്തോ ഒരു വേറെ പേര് പറഞ്ഞിരുന്നല്ലോ. കുട്ട, എന്താണ് ആ പേര്? അതിന് വൈബ് എന്നൊക്കെ പറയും. വൈബോ? അതെന്താ? ഞാൻ വയമ്പ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്താണ് കുട്ട ഈ വൈബ്? വൈബ് കാണുന്നുണ്ടെങ്കില് ലേശം അപ്പുറത്ത് പോയാൽ മതി. വല്യമ്പൂരിയെ അവിടെ വന്നാ കാണാ വൈബ് എന്താ. എരിയട്ടെ തിരികൾ, ഉരുകട്ടെ മെഴുക്, വളരട്ടെ വയസ്സ് എണ്ണിൽ തളര്, മുടിതട്ടാ മുഖമേ ഇരുകണ്ണിനഴകേ, പുരുഷത്വത്തികവേ കാലം നീ വാഴ്. പോവാ, എല്ലത്ത് പോവാ, തിരിച്ചു പോവാ. എല്ലാം വേണം. നീ എന്തില്ല എന്റെ നാട്, നമുക്കിവിടെ അങ്ങോട്ട് കൂടാം. പൊന്തട്ടെ ആഘോഷ പ്രകമ്പനം.